റൈറ്റിലോട്ട് പത്തനംതിട്ടയാ? ഈ ജംഗ്ഷന്റെ പേരെന്താ? ഇരവിലൂർ. കുമ്പനാടല്ലേ? ഹെബ്രോൺ. ഹെബ്രോൺ ചർച്ച് അല്ലേ? ഹെബ്രോൺപുരം ഇത് സ്ഥലത്തിന്റെ പേരാ. ഹെബ്രോൺപുരമോ? മറ്റേ കുമ്പനാടല്ലേ അത്? കുമ്പനാട്. ഹെബ്രോൺപുരം എന്നാണ് ഇവിടുത്തെ അറിയപ്പെടുന്നത് സ്ഥലത്ത്. ആണോ? ഇതിന്റെ പേരനുസരിച്ച് ഹെബ്രോൺപുരം. സാർ എത്ര നാളായി ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞേ? ലൈസൻസ് എടുത്തിട്ട് ഒത്തിരി വണ്ടി ഓടിക്കാൻ അവിടെ ഒന്ന് പഠിച്ചിട്ട് വന്ന് ഇവിടെ അരുണാചലിലെ പിന്നെ ഇവിടെ വന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു എന്ന രീതിയിലാണ്. പുള്ളി 12 ദിവസം ഞാൻ ഓടിച്ചു കാണും. പുള്ളി ഇങ്ങനെ നമ്മളെ ഡൗൺ ആക്കുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ വണ്ടിയും ബുക്ക് ചെയ്തു. പിന്നെ അനീച്ചാര് പറഞ്ഞു ഞാൻ വരുന്നുണ്ട് നമുക്ക് എന്നാ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ സാറിന്റെ വീഡിയോ ഉണ്ട്. പിന്നെ അത് മതിയെന്ന് പിന്നെ പുള്ളിയൊക്കെ പോയില്ല. നിങ്ങൾ ക്ലച്ച് ഇല്ലാത്ത വണ്ടി വാങ്ങിച്ചോണം മറിച്ചെന്നൊക്കെ പറഞ്ഞു. നമ്മള് ബുക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എന്താ പറയാ നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല പുള്ളി പറയുന്നത്. നമ്മള് വണ്ടി ബുക്ക് ചെയ്യുകയും ചെയ്ത്. എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് സർട്ടിഫിക്കറ്റിനകത്ത് വെക്കുമ്പോ 61, പക്ഷെ 60 ഉള്ളു. 60. അപ്പൊ ഈ 60 ആണ്ടിനും പറ്റത്തില്ലെന്ന് അവര് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ പ്രായമായി നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നിട്ട് 80 വയസ്സുള്ളവനെ കാണിക്കാൻ വയ്യായിരുന്നു. 80 വയസ്സുള്ള വണ്ടി പ്രായമുള്ളവരൊക്കെ ഓടിക്കുന്നു. ഞാനത് കഴിഞ്ഞപ്പം നമ്മുടെ അപ്പുറത്തെ അച്ഛനെ പുള്ളിക്കാണ് നടക്കാൻ വയ്യ, ഭയങ്കര വണ്ണം. പുള്ളിയൊക്കെ ബ്രേക്ക് എങ്ങനെ ചവിട്ടുന്നു ഞാൻ വിചാരിക്കാം. അപ്പൊ ഞാൻ അച്ഛൻ ഓടിക്കാൻ പിന്നെ എനിക്ക് എന്താ ഞാനപ്പോ വീഡിയോ പറയുന്ന കറക്റ്റ് അല്ലേ? പ്രായം നമുക്കൊരു പ്രശ്നമാണ്. ഞാൻ അച്ഛൻ ഓടിക്കാൻ എനിക്ക് എന്താ ഓടിക്കുന്നത്? പിന്നെ പെൺകുട്ടിയെ കണ്ടില്ലേ, അതൊക്കെ കണ്ടപ്പോ ഞാൻ ഓർത്ത് അവർക്ക് വണ്ടി ഓടിക്കാൻ പിന്നെ നമുക്ക് എന്താ പറയാ. സമാധാനത്തെ നമ്മളെ പറഞ്ഞൊന്നും മനസ്സിലാക്കില്ല. വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ഇത് പ്രോപ്പർ കുമ്പനാടല്ലേ? കുമ്പനാട് നമ്മുടെ വീട് കുമ്പനാട് ഇടയ്ക്കായിട്ട് വരും. കുമ്പനാട് പത്തനംതിട്ടയിൽ തന്നെയല്ലേ? അതെ. ഇരവിപേര് വരുമോ? അതാണ് ഞങ്ങളുടെ വില്ലേജ്. ടീച്ചറായിട്ടുള്ള സ്ഥലമാണ്. സാർ ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര നാളായി അരുണാചലിൽ നിന്ന്? അരുണാചലിൽ വന്നിട്ട് ഞാന് 22 ഒക്ടോബറിലാണ് തോന്നുന്നു. ഇവിടെ വന്നിട്ടാ കൈ തെളിയാൻ വേണ്ടി പോയതല്ലേ? അത് ഈ അടുത്ത് സാറേ ഈ വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ പിന്നെ ബുക്ക് ചെയ്തിട്ട് വന്നതിന് ശേഷം അതൊന്ന് പ്രാക്ടീസ് ചെയ്യണമല്ലോ. ഒന്നും അറിയാതെ പറ്റത്തില്ല. ആ സമയം തൊട്ടാണ് വീഡിയോ കാണാൻ തുടങ്ങിയത് അതോ? അത് കഴിഞ്ഞ ശേഷം സാറിന്റെ വീഡിയോ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ നമ്മൾ ഡൗൺ ആക്കി കഴിഞ്ഞപ്പോ നമുക്ക് പിന്നെ വീട്ടുകാരോടും പറഞ്ഞില്ല ഇന്നപോലെ പ്രശ്നമാണെന്നൊന്നും. ഞാനിങ്ങനെ അപ്പൊ അവരവർക്കൊന്നും പോകുന്നുണ്ട്. ഒരു ദിവസം ചെന്നപ്പോ കിട്ടിയില്ല അവരാരും. പുള്ളി പറഞ്ഞില്ല. ഞാന് 7:30 ആകുമ്പോ ചെല്ലുവേ. 7 മുതൽ 8 മണി വരെ നിന്ന് കിട്ടിയില്ല. പിന്നീട് പിന്നെ മകള് അവിടെ ഫ്രാൻസിൽ പോകുന്നതിന്റെ തിരക്കിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറിന്റെ വീഡിയോ കാണുന്നത്. അപ്പം ഏത് പ്രായക്കാർക്കും ഏത് അവസ്ഥയിലും ഓടിക്കാന്നൊക്കെ പറഞ്ഞപ്പോ നമുക്ക് അതിനോട് താല്പര്യം തോന്നി. സാറിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. ഇത് നമ്മളെ അത് കള്ളമാണോ വീഡിയോ കാണിക്കുന്ന? കള്ളമാണോ? കള്ളമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ആൾക്കാരെ ഓടിക്കുന്നത് അത് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി. പിന്നെ പ്രത്യേകിച്ച് അപ്പുറത്തെ അച്ഛൻ ഓടിക്കുന്നു. ആ കാലുവയ്യാത്ത കുട്ടി ഓടിക്കുന്നു. കയ്യേ ഇല്ല അതിന്. അതൊക്കെ കണ്ടപ്പോ നമുക്ക് പിന്നെ അത് പുള്ളി നമ്മളോട് പറയുന്ന പ്രായം എന്നല്ലേ പറയുന്നത്. നമ്മളെക്കൊണ്ടൊന്നും പറ്റത്തില്ല പറഞ്ഞു. ഓട്ടോമാറ്റിക് വാങ്ങിയത് മാനുവൽ വണ്ടി പറ്റിയല്ല. പറ്റത്തില്ല. സത്യം പറഞ്ഞ എന്തോരം പേരാ ഈ ലൈസൻസും കൈവച്ചിട്ടില്ലേ? 10 വർഷം 5 വർഷമായിട്ട് ഈ ലൈസൻസും കൈവച്ചിട്ട് വണ്ടി ഓടിക്കാതിരിക്കുന്ന ഈ കണ്ണച്ചാല് ഇതുപോലെ മടിപ്പിക്കും. ചിലടത്ത് ചെന്ന് ഇതുപോലെ അവരെ അങ്ങ് ഡൗൺ ആക്കി കളയും. പിന്നെ അതുപോലെ തന്നെ ചിലർ വീട്ടുകാരങ്ങ് ഡൗൺ ആക്കി കളയും. എന്റെ കൂടെ ഇരുന്നിട്ട് വല്ല ടെൻഷൻ തോന്നിയോ? ഞാൻ ദേഷ്യപ്പെട്ടോ? വഴക്ക് പറഞ്ഞോ? വെപ്രാളം പിടിപ്പിച്ചോ? അവരുടെ കൂടെ ഒന്നും പോകാനൊക്കത്തില്ല. നമ്മൾ സീറ്റിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഭയമാണ്. മെയിൻ കാര്യം ഇതാണ്. പുലി ഇന്നെന്തോ തരി പറയുന്നത്, ഇന്നെന്തോ പുള്ളി പറയുന്നൊക്കെയുള്ള ഒരു മിസ്റ്റേക്ക് വരുമോ, പുലി എന്തോ ആയിരിക്കും പറയുന്നത് എന്നൊക്കെയുള്ള മറ്റേ പയ്യന്മാരെടുക്ക വെച്ച് ഇത് പറയുമോ ഇത്ര പ്രായമായിക്കൊണ്ട് എന്നൊക്കെയുള്ള ഒരു നിങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നൊക്കെയാ പുള്ളി പറയുന്നത്. നിങ്ങൾ ക്ലച്ച് ഇല്ലാത്ത വണ്ടി എടുക്കണം, ക്ലച്ച് പറ്റത്തില്ല, ഇത് ക്ലച്ചിലുള്ള കളിയാണ് എന്നൊക്കെ പുള്ളി പറയും.
സാർ എന്നോട് ഞാൻ വന്നപ്പോ കുറെ മിസ്റ്റേക്ക് എന്നോട് പറഞ്ഞു. എന്റെ മിസ്റ്റേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതെന്ത് വരുന്നു? ചില സമയത്ത് നമുക്ക് ഇവര് ബ്രേക്ക് ചവിട്ടുന്നത് നമുക്ക് അറിയുന്നില്ലേ, ഇവിടെ എത്ര അപ്ലൈ ചെയ്യണമെന്നൊന്നും നമ്മൾ അറിയുന്നില്ലേ. നമ്മൾ ചവിട്ടാൻ വരുമ്പോൾ കാണത്തില്ലൊന്നും. നമ്മുടെ ആ കുമ്പനാടൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി ഒത്തിരി ഇങ്ങനെ കയറി വരും. അത് കാണുമ്പോൾ നമ്മൾ ഈ പയ്യന്മാര് കയറി വന്ന് ഇടിക്കുമെന്നുള്ള ഇത് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുവേ. ബ്രേക്ക് ചവിട്ടുന്നത് കൊടുത്തില്ലേ, ക്ലച്ച് ചിലപ്പോ കൊടുക്കത്തില്ലായിരിക്കും. ക്ലച്ച് മൊത്തം ചവിട്ടണമെന്നൊക്കെ എനിക്ക് ഇപ്പഴാണ് മനസ്സിലായി. നമ്മള് ക്ലച്ച് ഒന്ന് ചവിട്ടി ഗിയർ ചേഞ്ച് ചെയ്യാന്നുള്ളത്. സാറ് വന്ന പിന്നാണ് ക്ലച്ച് മൊത്തം താക്കണമെന്ന് മനസ്സിലായി. അതുപോലെ സാർ ഇപ്പൊ എന്നോട് വന്ന മിസ്റ്റേക്ക് കുറെ മിസ്റ്റേക്ക് വന്നപ്പോ പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് ഇന്നൊക്കെ ഉണ്ടാവും. പക്ഷെ സാറിന്റെ മിസ്റ്റേക്ക് അതുപോലെ ആണോ? അല്ല അല്ലേ? അല്ല വന്നപ്പം പുള്ളി കറക്റ്റായിട്ട് കൊണ്ടുവന്നു. എന്താ പറഞ്ഞ എവിടെ വരുന്ന ഡ്രൈവർമാർ എന്താ പറഞ്ഞു? ഇവിടെ കയറത്തില്ല, ഗേറ്റ് പൊളിക്കണമെന്ന്. ഗേറ്റിന് വീതി ഇല്ലെന്ന് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞോ? ഡ്രൈവർമാരാന്ന് പറഞ്ഞോ അതോ അല്ലാതെ? ഈ വീട്ടിൽ ഇത് ഗേറ്റിനകത്ത് കയറത്തില്ല, എല്ലാം കൊണ്ടൊന്ന് പുറത്ത് ഇങ്ങനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് പോകും. ആരും അത് കയറ്റിട്ടില്ല. എന്താ പറഞ്ഞേ എന്നിട്ട്? അവിടെ ഇത് പറ്റത്തില്ല, അവര് സൈഡിനകത്ത് വരുന്നില്ല, എന്താന്ന് പറ്റുന്നില്ല. പിന്നെ ഗേറ്റ് പൊളിക്കണം പറഞ്ഞോ? ഗേറ്റ് ശകലം വീതി വേണമായിരുന്നു. അതിന്റെ അനുസരിച്ച് വീതിയൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കും അറിയത്തില്ല. പക്ഷെ ഇപ്പോഴോ കുഴപ്പമില്ല. പൊളിക്കണ്ടോ? ഇത് വിളിക്കുന്നില്ല, പൊളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല. അമാരെല്ലാം നമ്മളെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെ വണ്ടി എടുത്താൽ പറ്റും, അതിന് പൊളിച്ചു കാണേണ്ട കാര്യമില്ലെന്ന് പറയണം കേട്ടോ. ഞാനും അപ്പം വിചാരിച്ചേ നമുക്ക് എന്താ സ്ലൈഡിങ് ഡോർ ഉണ്ടാക്കണമെന്നൊക്കെയുള്ള, ഗേറ്റ് ഉണ്ടാക്കണമെന്നൊക്കെയുള്ള ആയിരുന്നു ഐഡിയ ഒക്കെ വന്ന് വീട്ടിൽ വല്ല അലയൊക്കെ വന്ന് ഉടനെ പണിയാനും വിളിച്ചേ. ഒരു കട്ടൻ കാപ്പിയൊക്കെ പോയി അടിച്ചേ. ശരി, റിവേഴ്സ് അങ്ങ് പോയാലോ? ഓക്കെ അല്ല, മുന്നോട്ട് പോകാനായില്ലേ? നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, വാഹനമുണ്ട്, വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ 8606190693 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രായത്തിന് ഇനി പറ്റില്ല, ഞാൻ ആ ലൈസൻസ് എടുത്ത സമയത്ത് 1-2 പേരുടെ പ്രാക്ടീസിനായിട്ട് പോയി, എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല പേടി കാരണം. അതുപോലെ ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടിച്ചിരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട്. നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനിയും പറ്റില്ല, കാരണം ഇത്രയും പ്രായമായി, കാരണം നല്ല പ്രായത്തിൽ പറ്റിയിട്ടില്ല, ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല, അപ്പൊ നിന്നെ കൊണ്ട് ഒട്ടുമേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിച്ചിരുത്തുന്നവരുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും ഏത് ജില്ലക്കാരായിരുന്നാലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. ഓക്കെ അല്ലേ? ഓക്കെ.